പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് വിവരങ്ങൾ എത്താൻ സാധിക്കുന്ന ഈ കാലത്ത് ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായാൽ എങ്ങനെയുണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയൊക്കെ തോന്നാം. പക്ഷേ അതല്ല, ഇത് വെറും ഒരു സിനിമാ കഥയല്ല. നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ സാങ്കേതിക വിദ്യയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇന്ത്യയുടെ പുതിയ പ്രതിരോധ മുന്നേറ്റങ്ങളെ കുറിച്ചാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിലെ അവസാനത്തെ പോയിന്റ് നിങ്ങളുടെ ചിന്തകളെ പോലും മാറ്റിമറിക്കും. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വേഗത തന്നെയാണ് എല്ലാം. അങ്ങനെയാണെങ്കിൽ ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 10 വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതായത് 1500 കിലോമീറ്റർ ദൂരം വെറും 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ താണ്ടാൻ ഇതിന് സാധിക്കും. ഇതിന്റെ പേരാണ് LRASHM. ഇതിലെ പ്രധാന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ആകാശത്ത് വെച്ച് തന്നെ സഞ്ചാരപാത മാറ്റാൻ കഴിവുള്ളതാണ്. അതിനാൽ തന്നെ അത്യാധുനിക റഡാറുകൾക്ക് പോലും ഇതിന്റെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഈ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ വ്യാവസായിക സാങ്കേതിക വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത സാങ്കേതിക വിദ്യ ഇതിലും അമ്പരപ്പിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സാധാരണ ജെറ്റ് എഞ്ചിനുകൾക്ക് പ്രവർത്തിക്കാൻ പുറത്തു നിന്നുള്ള ഓക്സിജൻ ആവശ്യമാണ്. എന്നാൽ ഇവിടെയാണ് സ്ക്രാം ജെറ്റ് സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം. അന്തരീക്ഷത്തിലെ വായുവിനെ തന്നെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ എഞ്ചിനുകൾ 12 മിനിറ്റിലധികം തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ DRDOക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ ഇന്ത്യ ഇപ്പോൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ ഏവിയേഷൻ രംഗത്തും വലിയൊരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പുതിയ തൊഴിലവസരങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും കൊണ്ടുവരാൻ ഇത്തരം പരീക്ഷണങ്ങൾ സഹായിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിലെ ലേസർ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകുന്നതിനെ കുറിച്ചാണ്. നിലവിൽ ബഹിരാകാശത്ത് നിന്ന് വരുന്ന വലിയ ഭീഷണികളെയും അപാകതകളെയും കൃത്യമായി നിരീക്ഷിക്കാനും അതിനെ പ്രതിരോധിക്കാനും ലേസർ അധിഷ്ഠിത സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ഊർജ്ജം ഉപയോഗിച്ച് വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയ പ്രേക്ഷകരെ, ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിന് മാതൃകയാകുന്നതിനും ഈ മുന്നേറ്റങ്ങൾ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ രാജ്യത്തെ ടെക്നോളജി മേഖലയെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നത് ഉറപ്പായും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.